സ്വകാര്യ ബസ് മേഖല ഡിജിറ്റലാക്കുന്നതിന്റെ ഭാഗമായി കാലടി ബസ് സ്റ്റാൻഡിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ആരംഭിച്ചു. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതികളുടെ ഉദ്ഘാടനം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി നിർവഹിച്ചു. ബസ് യാത്രക്കാർക്ക് കൂടുതൽ സുരക്ഷയും സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി ഡിജിറ്റൽ സമയപട്ടിക, ബസ്സർ മൊബൈൽ ആപ്പ്, നിരീക്ഷണ ക്യാമറകൾ തുടങ്ങിയ പദ്ധതികളാണ് കാലടി ബസ് സ്റ്റാൻഡിൽ ആരംഭിച്ചത്. പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ അങ്കമാലി കാലടി മേഖലാ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പദ്ധതികൾ നടപ്പിലാക്കിയത്. പദ്ധതികളുടെ ഉദ്ഘാടനം കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി നിർവഹിച്ചു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് APGB അധ്യക്ഷനായി. വിവിധ റൂട്ടുകളിലേക്കുള്ള സമയവിവരം പ്രദർശിപ്പിക്കുന്നതോടൊപ്പം കമ്പ്യൂട്ടർ സഹായത്തോടെ അനൗൺസ്മെന്റും നടത്താൻ സാധിക്കും. സ്റ്റാൻഡിനകത്തും പുറത്തെ റോഡിലെയും ദൂരക്കാഴ്ചകൾ ലഭ്യമാക്കുന്നതിനായി കൂടുതൽ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. സാമൂഹിക വിരുദ്ധരുടെ കുറ്റകൃത്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനും കൂടി ലക്ഷ്യമിട്ടാണ് ക്യാമറകൾ സ്ഥാപിച്ചത്. വിവിധ റൂട്ടുകളിലേക്കുള്ള ബസ്സുകളുടെ സമയക്രമം ബസ്സർ എന്ന മൊബൈൽ ആപ്പ് വഴി ലഭ്യമാക്കുന്നതിനും നടപടികൾ ആരംഭിച്ചു. ബസ്സുകളിൽ പതിപ്പിച്ച സ്കാനർ വഴിയും ഈ സേവനം ലഭ്യമാവും. ബാംഗ്ലൂർ ആസ്ഥാനമായുള്ള കൈപ്പൻസ് ഇന്നോവേറ്റീവ് എന്ന സ്ഥാപനവുമായി ചേർന്ന് സുരക്ഷയ്ക്കും സേവനത്തിനുമായി സ്റ്റോപ്പ് അനൗൺസ്മെന്റ്, കാർഡ് പേയ്മെന്റ്, ഫ്രണ്ട് ക്രോസിംഗ് അലർട്ട്, ലൈവ് ട്രാക്കിംഗ് എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കാലടി ബസ് സ്റ്റാൻഡിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആൻസി ജിജോ, ഗ്രാമപഞ്ചായത്ത് അംഗം PB സജീവ്, അങ്കമാലി ജോയിന്റ് RTO KB അഭിലാഷ്, കാലടി പോലീസ് സബ് ഇൻസ്പെക്ടർ ജെയിംസ് മാത്യു, മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സുൽഫിക്കർ, യൂണിറ്റ് സെക്രട്ടറി BO ഡേവിസ്, ജിജോ ആന്റണി, നവീൻ ജോൺ, TS സിജുകുമാർ, ജോളി തോമസ്, PB ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാലടി. കുറഞ്ഞ പലിശ, കൂടുതൽ പണം, 30 വർഷത്തെ പാരമ്പര്യം, ഹൃദ്യമായ സേവനം, ഞൊടിയിടയിൽ പണം. സൗത്ത് ഇന്ത്യയിലെ 100% വിശ്വസിക്കാവുന്ന സ്ഥാപനം CFL ക്യാപിറ്റൽ ഫിൻസർവ് ലിമിറ്റഡ്. മാറുന്ന ജീവിതം, മാറാത്ത വിശ്വാസം.